ശബരിമലയിൽ ഇത്രയേറെ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ കേരള മുഖ്യൻ മൗനവ്രതത്തിലാണ്. പീഠത്തിന്റെ തിരോധാനവും ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപാളി വിവാദവും കനക്കുമ്പോഴും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒന്നും പറയാനേയില്ല. മറ്റാരുടെയെങ്കിലും കാര്യമാണെങ്കിൽ മുഖ്യൻ എപ്പോഴേ പ്രതികരണവുമായി എത്തേണ്ടതായിരുന്നു. ഇതിപ്പോൾ സർക്കാരിനെ പോലും വെള്ളം കുടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നതിനാലാണ് മൗനം തന്നെയാണ് അഭികാമ്യമെന്ന് അദ്ദേഹത്തിന് തോന്നിയതിന് പിന്നിൽ. എന്തായാലും കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും ഉൾപ്പെടെ മുഖ്യന്റെ മൗനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരാണിതെന്നും ഈ സർക്കാരിനെ നേരായ സർക്കാർ എന്ന് പറയാനാവില്ലെന്നുമാണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഭക്തജനങ്ങൾ നൽകുന്ന സ്വത്ത് പോലും കട്ടെടുക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ദുഷ്ട മനസ്സുള്ള സർക്കാരാണിത്. വിശ്വാസികൾ അമൂല്യമായി കരുതുന്ന ശബരിമലയുടെ സ്വത്ത് ലാഘവത്തോടെയാണ് സർക്കാർ കൈകാര്യം ചെയ്തത്. സ്വർണ്ണക്കടത്തിന്റെ മറ്റൊരു പതിപ്പാണ് ഇതിലും നടന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്നും വിശ്വാസ സമൂഹത്തിന്റെ ആശങ്ക ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനില്ലേ എന്നും കെ.സി. ചോദിക്കുന്നുമുണ്ട്. അയ്യപ്പന്റെ സ്വത്ത് കട്ടവരെ കണ്ടെത്തിയിട്ട് വേണം ശബരിമല വികസനം ചർച്ച ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി വായ തുറന്നേ മതിയാകുമെന്നും മൗനം വെടിയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇക്കാര്യത്തിൽ പങ്കില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാനാകും? ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ ഇതിൽ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ. ശബരിമലയിലെ സ്വത്ത് സംബന്ധിച്ച് ഒരു ഓഡിറ്റ് സർക്കാർ പ്രഖ്യാപിക്കണം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു കാര്യവുമില്ല. ഉള്ള സ്വർണത്തിൽ 4 കിലോ കുറഞ്ഞു എന്നാൽ അത് മോഷണമെന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാകില്ലെന്നും ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഈ സംഭവത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും കെ.സി. ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശബരിമലയിൽ നടക്കുന്നത് മറ്റൊരു സ്വർണ്ണക്കടത്തിന്റെ വേർഷൻ ആണെന്നും നികൃഷ്ട സ്വഭാവം പേറുന്നവർക്ക് മാത്രമേ ഇതിന് കൂട്ടുനിൽക്കാൻ കഴിയൂ എന്നുമാണ് അദ്ദേഹം ആഞ്ഞടിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് പങ്കുണ്ടെന്ന വാദം തന്നെയാണ് സതീശനും ഉന്നയിക്കുന്നത്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ് ഇതെന്നും കോടിക്കണക്കിന് സ്വർണം കവർച്ച ചെയ്യപ്പെട്ടുവെന്നും സതീശൻ പറയുന്നുണ്ട്. എന്തായാലും യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള ദേവസ്വം ബോർഡിന്റെ ഈ അറ്റകുറ്റ പ്രക്രിയയിൽ കുടപിടിക്കുന്നത് സർക്കാർ തന്നെയാണോ എന്ന സംശയം തന്നെയാണ് ഇപ്പോൾ പ്രബലമാകുന്നത്.